ഇവരിവിടെ വന്നപ്പോൾ പറഞ്ഞു എന്നാന്നറിയാം, അതായത് നമ്മൾ ഈ 9 മാസം മുമ്പ് അവിടെ കേസ് കൊടുത്തല്ലോ, അവിടെ കേസായി മകസറായി ഒക്കെ ചെയ്തു. അതിനകത്തും പിന്നെ ഈ ഷൈനിയും ഈ 15 വർഷത്തെ ഒരു സ്റ്റോറി എഴുതി അവരത് മുഴുവൻ വായിച്ചു തന്നായിരുന്നു. അത് വായിച്ചിട്ട് അവരതും കോടതി കൊടുത്തിരിക്കുക, മകസറിൻ്റെ കൂട്ടത്തിലുള്ള ഫോണും അവിടെ കൊടുത്തിരിക്കുക, ഫോട്ടോ ഒരെണ്ണം കൊടുത്തത് തന്നെ. അപ്പോൾ ആ സാധനങ്ങൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഷൈനി ഈ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് മാന്യതയില്ലാത്ത പ്രവർത്തനം ഉണ്ടായെന്ന് അവൾ അതിനകത്ത് എഴുതിയിട്ടില്ല. പിന്നെ 9 മാസം മുമ്പ് അവിടെ ഉണ്ടായി FIR-ഉം മകസറും ഇല്ലേ, അതിനകത്ത് ഷൈനി നേരിട്ട് അത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇവരിവിടെ വന്നായിരുന്നല്ലോ, ഈ തൊടുപുഴയിൽ നിന്ന് സർക്കിൾ SI പോലീസുകാരെല്ലാം കൂടെ 4-5 പേര് ഒരു വണ്ടിയെ വന്ന് പിള്ളേരുടെ മൊഴിയെടുക്കുകയും പിള്ളേരുടെ നമ്മുടെ സ്കൂളിൽ ചേർത്ത ഹോളി ക്രോസ് സ്കൂളിൽ പോവുകയൊക്കെ ചെയ്തായിരുന്നു. അന്നേരം ഇവിടെ വെച്ചും നിങ്ങൾ എന്തുകൊണ്ട് അന്നേരം ഷൈനി പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് കയറി എന്തുകൊണ്ട് മൊഴി പറഞ്ഞില്ലെന്നൊക്കെ അന്നേരം ഇവർ ബുക്കിനകത്ത് എഴുതിയിട്ടില്ല. അതാ പറഞ്ഞു നിങ്ങൾ വണ്ടികളാണ് ഏൽപ്പിച്ച് കണ്ടേ, അവിടത്തേക്ക് കണ്ടില്ലേ. ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഈ നീറിക്കാട്ടെ കേസ് പോലും ഇതിങ്ങനെ അങ്ങ് പോവാ. 2 പേരെ അറസ്റ്റ് ചെയ്യുന്നു. മാച്ചൻ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തും കൂടിയാ, ഈ ബിനോയ് മാത്തി എന്ന് പറഞ്ഞ ഈ ജിമ്മിയുടെ അമ്മയുടെ ആങ്ങള. ഞങ്ങൾ ഒരുമിച്ച് കോളിലാൻഡ് പോയപ്പോഴത്തേന് പുള്ളിയും വൈഫും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് പണ്ട് ബസ് ഉണ്ടായിരുന്നപ്പോൾ ഇവർക്കും ബസ് ഉണ്ടായിരുന്നു, ഈ ബിനോയ്ക്കൊക്കെ ബസ് ഉണ്ടായിരുന്നു. ഇപ്പം അതിന് ബസ്സൊന്നുമില്ല, ഇവർക്കും നേരത്തെ ATS എന്ന് പറഞ്ഞ് ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ബിനോയിയെ അറിയും, മറ്റേ പുള്ളിയായിട്ട് വലിയ പരിചയമൊന്നുമില്ല. നമുക്ക് മാത്രം മുഖ്യമന്ത്രി ഒന്നും കാണാൻ പറ്റിയില്ല. നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മളെ അതുകൊണ്ട് കൊണ്ടുപോകാനും നമ്മളെ അതിന് ചെയ്യാനും നമ്മളെ വഴികൾ അറിയാൻ മേലെ നമുക്ക് പുറത്തുനിന്നൊരു സപ്പോർട്ട് കിട്ടിയില്ല. പക്ഷെ ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം തന്നെ ഞാൻ പറഞ്ഞിവിടെ ഞങ്ങളൊന്നും ഒച്ച വർത്താനം പോലും പറയാറില്ല, ഞാനത് വഴക്കുണ്ടാക്കാറില്ല, കഴിവുപിടിച്ചുണ്ടാക്കാറില്ല. എൻ്റെ മക്കളും പിള്ളേരുമായിട്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. തലേദിവസം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഞ്ഞി കുടിച്ചിട്ട് കിടന്നാൽ പിന്നെ രാത്രി. അപ്പം ഇവർ അവനെങ്ങനെ ഫോണിൽ കൂടെ വിളിച്ചെന്ന് പറഞ്ഞ മൊഴിയൊക്കെ കൂടെ ചേർത്തിട്ട് ഇത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവരിപ്പോൾ ചോദിക്കുന്നത് അവനെ ഇപ്പം 28 ദിവസം ഇടാൻ പറ്റിയില്ലേ, അതൊരു വലിയ കാര്യമായിട്ട്. അച്ഛനെ പ്രതി ചേർക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ തള്ള പ്രതിയാണ് അവിടത്തേക്ക്, തള്ളയും അപ്പനും പ്രതിയായിരുന്നു. അപ്പനെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ സുഖമില്ലാത്ത ആളെ കൊണ്ട് അന്ന് ഒഴിവാക്കി. പിന്നെ പോയിട്ട് ഈ അമ്മേനെ അറസ്റ്റ് ചെയ്യണ്ട, അമ്മേനെ അറസ്റ്റ് ചെയ്തില്ല, അമ്മയെ ഇവനും ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു. പിന്നെ ഇത് ആ 9 മാസം അതിനെപ്പറ്റി യാതൊരു അന്വേഷണങ്ങളും ഉണ്ടായില്ല. ഈ കൊച്ചു മരിക്കുന്നവരെ ഉണ്ടായില്ല. ഫാമിലിക്കോട്ട് കൊടുത്തിട്ട് അവർക്ക് വന്നില്ല. പിന്നെ ഇവർക്ക് നിന്ന് ഒരു പണിക്ക് തപ്പി നടന്നിട്ട് ഇവിടുന്ന് കൂടെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നടന്നിട്ടൊന്നും പണിയായില്ല. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ പിന്നെ പോയിട്ട് ഈ പ്രഭാസനത്തിൽ പോയി അതിന് വേണ്ടിയാണ് ഈ പ്രേക്ഷിത പേരെയും പ്രാർത്ഥനയും ഇതൊക്കെ എങ്ങനെയും എവിടെ ആരെയും തറ്റിയാലാ. പക്ഷേ പരാതി കൊടുക്കുമ്പോൾ അറിയത്തില്ലായിരുന്നോ ജോലി പോകാൻ സാധ്യത ഉണ്ടെന്നോ? ഇല്ല, ഞാനത്രയൊന്നും ചിന്തിച്ചില്ല. ഈ പുള്ളി ഇങ്ങനെ ചെയ്യുമെന്ന് ഓർത്തില്ല. പക്ഷെ പരാതി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യണം? ഞങ്ങൾ മാത്രമല്ല, ഈ താഴെയുള്ള നിങ്ങൾ താഴെ ഇറങ്ങി ഈ താഴെയുള്ളവരെ വിട്ടു. അപ്പം ഞാൻ ഈ തൊട്ടടുത്ത് താമസിക്കുന്നത്, ബാക്കിയുള്ള ഈ മണം കാരണം പറ്റാത്ത ആൾക്കാർ അവരിവിടെ ഒപ്പിട്ടിട്ട് 10 മാസ് പെറ്റീഷനായിട്ടാണ് കൊടുത്തത്. ഞങ്ങളുടെ നാട്ടിൽ 10 പേര് ഒപ്പിട്ടിട്ട് ഈ അടുത്തുള്ള വീട്ടുകാരെല്ലാം കൂടെ അവരോട് ചോദിച്ചാൽ അവർ പറയും. അപ്പൊ അങ്ങനെയാ കൊടുത്തേ. അത് പെറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് 10 പേര് തീരുമാനം എടുക്കുമ്പോൾ എന്റെ മോളോട് ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് ഇടാൻ പറ്റില്ല, പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയല്ല തൊട്ടടുത്ത വീട്, അത് മറ്റവർ ഇച്ചിരി അകന്ന് പുറകോട്ടല്ലേ താമസിക്കും. അപ്പൊ എന്നിട്ട് ഒരാഴ്ച കൊണ്ടായി, 4-5 ദിവസം കൊണ്ടായി പുള്ളി ഇതിങ്ങനെ ഈ തള്ളുന്ന ഒരു വണ്ടിയിലെ കുറേശ്ശെ ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഈ വല്ല തവിയിട്ട് കോരിയെടുക്കുന്ന പോലെ എടുക്കണം. ഗ്യാസിന്റെ ബാക്കി വലിയ വായിട്ട് അതിനകത്ത് കോരി ഇത് അങ്ങനെ ഏതാണ്ട് ഇത് വെച്ചിട്ട് അങ്ങെടുത്ത് പിന്നെ ഇവിടുന്ന് കൊണ്ടുവന്ന് പുള്ളിയുടെ പറമ്പിലിടുവായിരുന്നു. പറമ്പിൽ കുഴിയുണ്ടാക്കി പുള്ളിയും PRO കൂടെ കുഴിയെടുത്തിട്ട് അത് തീർന്ന സമയത്ത് ഒരു വലിയ മഴ പെയ്തപ്പോൾ വീണ്ടും ഇത് തെളിഞ്ഞു വന്നു. പിന്നെ പുള്ളി വെളുപ്പിനെ ഏറ്റിട്ട് വീണ്ടും മണ്ണ് കോരിയിട്ടു. പക്ഷേ ഞാനിത് ഈ പരാതി കൊടുത്ത എൻ്റെ കോപ്പി എൻ്റെ ഇരിപ്പുണ്ട്. ആ പരാതി എഴുതിയത് കൃത്യമാണ്. ഞാൻ എന്നിട്ട് കളക്ടർക്ക് വരെ കൊടുക്കാൻ 4-5 കോപ്പിയൊക്കെ എടുത്ത് വെച്ചാൽ പിന്നെ ഞാനതിന് പോയിട്ട് ഇവിടെ കൊടുത്തു. അവർ ദിവസങ്ങൾ കഴിഞ്ഞ് 1.5 ആഴ്ച കഴിഞ്ഞ് അന്വേഷണത്തിന് വരുന്നത്. എന്നാലും ഇവിടെ എൻ്റെ സെൻറ്റും ഒക്കെ അടിച്ച് സ്പ്രേ ഒക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വീടുകൊണ്ട്. പിന്നെ അവർ കയറി അവർ കാശ് മേടിച്ചുകൊണ്ട് പോയി കാണാം. നമ്മളിതിപ്പോൾ കൊടുത്തപ്പോൾ അത്രയൊന്നും ചിന്തിച്ചില്ല. ഇവിടെ ഇതിൻ്റെ പേര് പുള്ളി പറഞ്ഞു വിടുമെന്ന് ഞാൻ ഓർത്തില്ല. കാരണം അവളുമായിട്ട് ആ വീട്ടിൽ ചെല്ലുകയും പിള്ളേരവിടെ ചെല്ലുകയും ഈ പുള്ളിയുടെ ഭാര്യയായിട്ട് അറ്റാച്ച്മെൻറ്റ് അത് തന്നെയല്ല. ഇപ്പോൾ ഈ പുള്ളിയോട് തന്നെ പറയുന്ന 4 പേരെ മറ്റ് ജോലിക്കാർ 4 പെണ്ണുങ്ങളെ കുളിപ്പിക്കുമ്പോൾ 6 പേരെ ഭയങ്കര ആക്റ്റീവാണ്. അതുപോലെ ഇനിയിപ്പോൾ അവളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അല്ലെങ്കിൽ ഈ 3 നിലയിൽ ഓടി നടന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി ചെയ്യും. ഇങ്ങോട്ട് പറയാതെ അങ്ങോട്ട് പോയി ചെയ്യും. എന്തൊരു പാർട്ടിയാണ് അവിടെ കാണിക്കുന്ന ആ പ്രൊഫഷനോട് ഭയങ്കര ആത്മാർത്ഥതയാണ്, സിൻസിയറിറ്റി ആവും. അത് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇത് കൊടുക്കുമ്പോൾ അവളെ ജോലി എന്ന് പറഞ്ഞു വിടുന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല. നമുക്കിവിടെ ആഹാരം കഴിക്കട്ടെ, ഇത് അവളും അനുഭവിച്ചത് പ്രേക്ഷകരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം ഈ കുര്യാക്കോസ് ചേട്ടൻ തന്നെ പരാതി കൊടുത്തു എന്നാണല്ലോ നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്. ഇത് ശരിയായിട്ടും കുര്യാക്കോസ് ചേട്ടൻ തന്നെയല്ല, 10 വീട്ടുകാരെ ഒന്നിച്ച് അവര് തീരുമാനമെടുത്ത് അതിനകത്ത് ചേട്ടൻ ഒപ്പിട്ടിട്ടുണ്ട്. അതാണ് അതുകൊണ്ട് ചേട്ടനെ പിടിച്ചു. ഇതാണ്
ഇതാണ് റോസ മിസ്റ്റിക്ക കെയർ ഹോമിനെതിരെ കൊടുത്ത പരാതിയാണ്. ഈ പരാതിയിൽ ഇതാ 10 വീട്ടുകാർ 9 പേര്, ഇദ്ദേഹം കൂടാതെ 9 പേര് കൂടെ ഒപ്പിട്ട് എടുക്കുന്ന ഇതാണ്. അതിനകത്ത് ഇദ്ദേഹം മാത്രം ഇപ്പോൾ അതിനകത്ത് ശിക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഷൈനി ശിക്ഷിക്കപ്പെട്ടു. അത് ജോലി ഏറ്റവും ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ അവർ പറയണം ആത്മാർത്ഥമല്ല, ഞങ്ങൾക്ക് അവരെ പരിചയമുണ്ട്, ഒരാത്മാർത്ഥമായിട്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്ന ഒരാളിനെ പറഞ്ഞു വിടുമ്പോൾ അത് അയൽവാസികൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണല്ലോ ഇത്രയും പേര് ഒപ്പിട്ടത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനത്തിനെതിരെ ആരും ഒപ്പിടത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ 9 പേര്, ഇദ്ദേഹം കൂടെ 9 പേര് ഒപ്പിട്ട ഒരു പേപ്പറിനാണ് ഷൈനി ശിക്ഷിക്കപ്പെട്ടത്. അത് കുര്യാക്കോസ് ചേട്ടൻ തന്നെ ഒരു മർക്കട മുഷ്ടിയോടെ ചെയ്ത ഒരു സംഭവമല്ല. കുറച്ച് കുടുംബങ്ങൾ ഒന്നിച്ച് തീരുമാനിച്ച് ഇവർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടായത് കൊണ്ടാണ്. അപ്പോൾ അതിന് ആണ് പറഞ്ഞു വിട്ടത്. അപ്പോൾ അതും ജനങ്ങൾ അറിയണം. കാര്യം അത് കുര്യാക്കോസ് ചേട്ടൻ എന്തോരങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇത്രയും വീട്ടുകാർ നിൽക്കുമ്പോൾ എൻ്റെ മോളവിടെ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് ഒപ്പിടാൻ പറ്റത്തില്ല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ചെയ്തത്. 2024 ജനുവരി 9 രാത്രി എൻ്റെ മകളെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് വരികയും അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് കൊണ്ട് ആ അടുത്ത 9 കഴിഞ്ഞ് 16 പള്ളിയിൽ ചെന്നപ്പോൾ എൻ്റെ വികാരിയച്ചനോട് അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന വിവരങ്ങൾ മുഴുവൻ പറയുകയും തൊടുപുഴ ചുങ്കം പള്ളിയിൽ പോയി അവിടുത്തെ വികാരിയച്ചനോട് വിവരങ്ങളെല്ലാം ധരിപ്പിച്ച ശേഷം എനിക്ക് ഇനിയിപ്പോൾ ഈ മകളെയും കൂട്ടിക്കൊണ്ട് പോയി പിള്ളേരെ ഇവിടെ സ്കൂളിലാക്കി, ഇവളിങ്ങനെയാണ്, ശരിയായ ഗ്യാപ്പുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ മകൾക്ക് ഒരു പണി വേണമെന്ന് പറഞ്ഞ് എൻ്റെ കാരിത്താസ് പള്ളിയിലെ പ്രസന്ന ഒടുങ്ങാലിൽ എന്ന് പറഞ്ഞ വികാരിയച്ചനോട് ഞാനിത് ധരിപ്പിക്കുകയും അവരെന്നോട് പറഞ്ഞു ബയോഡാറ്റയും കൊണ്ട് വരിക, ചുങ്കംപള്ളിയിലെ അച്ഛനോട് ഒരു എഴുത്ത് കൂടെ മേടിക്കണം. വികാരിച്ചൻ്റെ മുറിയിൽ കാരിത്താസിലുള്ള പുള്ളി പാസ്റ്റൽ കെയറിൻ്റെ ഡയറക്ടറാണ്. ആ മുറിയിൽ ചെന്ന് അച്ഛൻ്റെ ഇത് കാണിക്കുകയും അച്ഛൻ പറഞ്ഞ് ഞാൻ ജോയിൻറ്റ് ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട്, കുര്യാക്കോസ് ചേട്ടൻ ഇതുമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് ആ ഫയലുമായിട്ട് ഞാൻ ചെല്ലുകയും എൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ജിനൂകാവിൽ ജോയിൻറ്റ് ഡയറക്ടറുടെ മുറിയുടെ വാതക്കൽ 3-4 കൂട്ടരാണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പുള്ളിയെ കാണാനുള്ളത് ചെയ്യുകയും അവസാനമായിരുന്നു എൻ്റെ ഊഴം. ഞാൻ അങ്ങോട്ട് കയറുന്നെന്ന് കണ്ടപ്പം അച്ഛൻ്റെ മുറിയുടെ സെൻറ്റർ ഭാഗത്ത് മേശയുടെ ഇപ്പുറത്ത് വന്ന് നിന്നുകൊണ്ട് കയറി ചെന്ന് എന്നോട് സംസാരിക്കുകയും ഞാൻ ഈ ബയോഡാറ്റ അങ്ങോട്ട് കൊടുത്തിട്ട് പുള്ളി മേടിച്ചതൊന്ന് തുറന്നു പോലും നോക്കിയില്ല. ആ കവറിനകത്ത് തന്നെ ആ ഫയലോട് കൂടി ഇരിക്കുകയാണ് ചെയ്തത്. അപ്പം വികാരിച്ചൻ പറഞ്ഞായിരുന്നെന്നും ഞാൻ ഈ വിവരം എല്ലാം അറിഞ്ഞതാണെന്നും ഈ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് NABHൻ്റെ അണ്ടറിൽ NABH പറയുന്നവരെയാണ് കാരിത്താസ് ആശുപത്രി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞെന്നാൽ മാതാ മേടിച്ചിട്ട് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അച്ഛാ, അന്നേരം അവിടെ ഇല്ല, മാതാ ഈ NABHൻ്റെ അണ്ടറിൽ തന്നെ വരുമെന്ന് പറഞ്ഞു. 20 ദിവസം കഴിഞ്ഞപ്പോൾ ആ ബയോഡാറ്റ തിരിച്ച് മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ആ മാസത്തിൽ അതെ, അപ്പം പിന്നെ ബയോഡാറ്റ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അച്ഛൻ അത്രയും പൈസ അല്ല, ബയോഡാറ്റ ഉണ്ടാക്കണ്ടേ, എനിക്ക് ആ ബയോഡാറ്റ വേറൊരു ആശുപത്രി വേണേൽ സബ്മിറ്റ് ചെയ്യാമല്ലോ. 29 ആ ടേബിളെ ഇരിപ്പുണ്ട്. ആ പുള്ളിക്കാരത്തി ഒരു സ്ത്രീയെ എനിക്ക് എടുത്തു തന്നെ, അവിടെയുള്ള ജോലിക്കാരത്തി പെണ്ണായിടത്തിന് അച്ഛൻ എന്നാലും അവിടെ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് അവിടെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇല്ല, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് അവിടെ കള്ളം പിന്നെ ഉറപ്പുള്ള കാര്യം. അല്ലെങ്കിലും എൻ്റെ വികാരിച്ചും പോലും അന്ന് എൻ്റെ മകള് 28 മരിക്കുന്നു, 1 കഴിഞ്ഞ് 2 രാവിലെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞത് പോലും പകുതി കള്ളത്തര. നമുക്ക് നോക്കേണ്ട കാര്യം, ഒരു മനുഷ്യൻ, ഒരു പ്രായമായ മനുഷ്യൻ, 70 വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരു പെൺകുട്ടിയുമായിട്ട് ചെന്ന് ഒരു ജോലിക്ക് വേണ്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാനുള്ള സീറ്റ്, ആ ഇരിക്കാനുള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ പണക്കാർക്ക് മാത്രം ഇരിക്കാനുള്ളതാണ്. ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ എന്നെ ഇരുത്തിയില്ല, അച്ഛനും ഇരുത്തിയില്ല. അച്ഛൻ നിന്നോണ്ട് വർത്താനം പറഞ്ഞ് ഇറക്കി വിട്ടു. കസേരയുടെ ഇപ്പുറത്ത് വന്നിട്ട് ഇവരോട് നിർത്തി സംസാരിച്ചിട്ട് ആ ബയോഡാറ്റ വാങ്ങിച്ച് അവിടെ വെച്ചൊന്ന് തുറന്നു പോലും നോക്കാതെ ഇരുന്നു. ആ അച്ഛനോടാണ് ഞങ്ങൾ ഇന്ന് ജിനുകാവിൽ കൈപ്പുഴക്കാരനാണ് അദ്ദേഹത്തിനോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ലോഹ ഇട്ടിട്ട് നമ്മളൊരു പറയുന്ന കാര്യങ്ങൾക്ക് ഒരു സത്യസന്ധത വേണം എന്നുള്ളതാണ്. ഒരു മാന്യതയുടെ ഭാഗമാണ്. കാരണം അദ്ദേഹത്തിന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ഇതുവരെ നിങ്ങളുടെയൊക്കെ തലയിൽ വലിയ ഇടുത്തി വരുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പൊ ഈ നേഴ്സിംഗ് ജോലി അല്ലെങ്കിൽ ഒരു തൂപ്പ് ജോലി ആണെങ്കിലും കിട്ടുവായിരുന്നെങ്കിൽ മേടിക്കില്ലായിരുന്നോ? തൂപ്പ് ജോലിയായിട്ട് അന്നേരം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യുമല്ലോ. കാരണം എൻ്റെ പെണ്ണ് ഒരു BSc നേഴ്സല്ലേ, അവിടുന്ന് വന്നു. അവൾക്ക് ജോലി ഇല്ലെങ്കിലും അവൾക്ക് അവിടെയും പിള്ളേരുടെയും ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ 3 മക്കളും എൻ്റെ 2 ആമക്കളും ഇളയ മകളും ഞാനിവിടെ നിരൂപിച്ച ഒരു ജോലി അവൾക്ക് ഇല്ലെങ്കിൽ പോലും അവിടെ കാര്യങ്ങൾ ഇവിടെ അതൊന്നും ഇല്ലാഞ്ഞിട്ട് ഞാൻ ഇവിടെ കണ്ടില്ലേ, RN+ വേണ്ടിയിട്ട് ഓൺലൈനിൽ കൂടെ പഠിക്കുന്നതിന് മാസം അതിൻ്റെ പൈസ അയച്ചു, വൈഫൈ എടുത്ത് കൊടുത്തു, അവർ രാത്രിയിലൊക്കെ നെറ്റ് തീർന്നു, അങ്ങനെ മേടിച്ചു. 1.25 ലക്ഷം രൂപയുള്ളതിന് ഫീസ് വരെ അടച്ചിരിക്കുക. അതൊക്കെ വെറുതെ പോയി. ഈ 3 പേര് 2 കുട്ടികളുമായിട്ട് ഇവിടെ വന്നതിന് അടുത്ത ദിവസം
ഒരു സഹോദരൻ 50,000 രൂപ അയച്ചു. അത് 3 പേരും അയച്ചു തന്നു. എന്റെ അടുത്ത ദിവസം ഒരു 50,000 രൂപ അല്ല 50 വീതം മൂത്ത മകൻ അയച്ചു തന്നു. 1,15,000 രൂപ ഇളയ മകൻ അയച്ചു തന്നു. ഈ ഇളയ അനിയത്തി അവിടെ അനിയത്തി കുവൈറ്റിലുള്ള പുള്ളിക്കാരത്തി എൻ്റെ അക്കൗണ്ടിൽ ഇത് കൂടാതെ നേരിട്ട് അവിടെ അക്കൗണ്ടിലേക്ക് കൂടെ പൈസ അയച്ചു കൊടുത്തു. അപ്പോൾ കാരണം എല്ലാത്തിനും എന്നോട് വന്ന് ചോദിക്കുന്ന ഒരു മോശമല്ലേ, അവളെ ഞാനിവിടെ കൂട്ടിക്കൊണ്ടു അവിടെ പേഴ്സണൽ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി അവിടെ അക്കൗണ്ടിലേക്ക് കൂടെ പൈസ അയച്ചു കൊടുത്തു. എന്നിട്ട് ഈ RN പൈസ ഇതെങ്ങനെയുള്ള കാര്യങ്ങളില്ല എനിക്കറിയത്തില്ലേ, ഗൂഗിൾ പേയോ ട്രാൻസ്ഫർ ചെയ്യാനൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അവിടെ അക്കൗണ്ടിൽ കൊണ്ട് അവിടെ അങ്ങനെ കൈകാര്യങ്ങൾ ഞാൻ പിള്ളേരുടെ ഫീസ് കാര്യങ്ങൾ പുറത്തുള്ള കാര്യങ്ങളിലെല്ലാം കാരിത്താസിൽ പോയി ഇത് തിരിച്ചു വരികയും ചെയ്തു. എൻ്റെ കുഞ്ഞിപ്പോൾ മരിച്ചു കഴിഞ്ഞാണല്ലോ ഇതെല്ലാം വെളിയിൽ വന്നേ. അല്ലെ പിന്നെ നമ്മളൊന്നും ആരോടൊന്നും പരാതികളൊന്നും പറയുന്നില്ലോ. ഇത് വന്നു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് NABH നിയമപ്രകാരം കൊടുക്കാൻ പാടില്ല, 21,000 രൂപ ശമ്പളത്തിന് ജോലിക്ക് കയറിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് നേഴ്സായിട്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ ഞാൻ ഈ 70 വയസ്സായി ഞാൻ ഈ വിശ്വസിക്കുന്ന യേശുക്രിസ്തു എന്ന് പറഞ്ഞ ആൾ ഈ ലോകത്തുണ്ടെങ്കിൽ അങ്ങനെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞില്ല. ഞാനത് പക്ഷേ ഇപ്പം അവളെ ഒരു തൂപ്പുകാരത്തിയൊക്കെ ആയിട്ടൊരു ജോലി തരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വരികയില്ല. കാരണം ഞാൻ 70 വയസ്സായി ഈ പറയപ്പെടുന്ന ജിനുകാവിൽ എന്ന് പറഞ്ഞ അച്ഛൻ എൻ്റെ കൈപ്പഴപ്പള്ളി ഇടവക്കാരനായിരുന്നു. ഞാൻ കൈപ്പഴ ഇടവക്കാരനായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ മാന്നാനത്ത് താമസമായാലും കൈപ്പഴക്കാരായിരുന്നു ഇവിടെയോട്ട് വന്നത്. ആ പുള്ളിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ എനിക്കറിയാവുന്ന. അപ്പം ആ പുള്ളി എന്നോട് കാണിച്ച ഒരു നമ്മളെ ഒന്ന് ഫേവർ ചെയ്തില്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ എന്നിട്ട് അവർ എന്നെ പിന്നെ അവർ ന്യൂസ് വിട്ടു. എവിടെയാണ് കോട്ടയം രൂപതയുടെ സംഘടനകളെല്ലാം കൂടെ കൂടി ഏതാണ്ടൊക്കെ കൂടിയിട്ട് അവർ പുറത്ത് വിട്ടു. ഇങ്ങനെയെല്ലാം ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞതാ, കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ അത് പ്രസ്താവന ഇറക്കിയത് എല്ലാം വെറും കള്ളത്തരായിരുന്നു. എന്നിട്ട് അവർ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് NABH നെറ്റിനകത്ത് കയറി നോക്കിയാൽ NABH നിയമപ്രകാരം BSc നേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റിന് വില ഈ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ജോലി കൊടുക്കാതിരിക്കാൻ പാടില്ല. ആദ്യം പറഞ്ഞ് NABH ഇതനുസരിച്ച് ജോലി കൊടുക്കാൻ പാടില്ല. പിന്നെ പറഞ്ഞ് കാരിത്താസിൻ്റെ പോളിസി ചെയ്താൽ അതുകൊണ്ട് കൊടുക്കുക. അപ്പോൾ കാരിത്താസും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, മാതായി അച്ഛാ ഇതിപ്പോൾ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലോ, ഉദ്ഘാടനം ആയില്ലല്ലോ, അവിടെ തരാൻ മേലെന്ന് ചോദിച്ചപ്പോൾ അതും NABH അണ്ടറിൽ തന്നെ വരുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്നെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്നെ തന്ത്രപൂർവ്വം ഇല്ല കസേരയിലൊന്നും ഇരുത്തിയില്ല. പിന്നെ അങ്ങനെ ഞാൻ ഇറങ്ങി പോകുന്നത് കൊണ്ടാണ് ബയോഡാറ്റ ഞാൻ തന്നെ തിരിച്ചു മേടിച്ചു. ഇതവിടെ ഇരുത്തി വെച്ചിട്ട് എന്നാ കാര്യം? ചങ്ക് പൊട്ടി. അതെ, ചങ്ക് പൊട്ടുകയും ഞാൻ ഇറങ്ങി വന്നിട്ട് എൻ്റെ മരുമകൻ ആയ ഒരു ജോലിക്കാരൻ അവിടെയുണ്ട്, അവരും കൂടെ കൂടിയാ ഞങ്ങൾ പാതിരായിക്ക് അവൻ്റെ കാറയിലാ ചുങ്കത്തിൽ ചെന്ന് എൻ്റെ മകളെ വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുന്നത്. എന്നിട്ട് അവനും കൂടെ പറഞ്ഞനുസരിച്ചാണ് ഈ പ്രസന്നച്ചനോടും പറഞ്ഞിട്ട് എന്നിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് ഞാൻ അവനന്നേരം വിളിച്ച് അവനോട് പറഞ്ഞടാ ജിനുകാവിലച്ചൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ് എവിടെയാലും അവന്മാർ തരികയില്ല. ഇപ്പം ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായല്ലോ. ഞാനിപ്പോൾ എൻ്റെ കാരിത്താസ് പള്ളിയിൽ ഞാൻ പോകാതെ ആയിട്ട് എത്ര മാസമായെന്നറിയോ? ഞാൻ പോകുന്നില്ല. കാരണം ഇതൊന്നും വേണ്ട. ഞാൻ ചോദിക്കുന്നത് ഈ 152 പള്ളി കോട്ടയം രൂപതയ്ക്കുണ്ട്. ആകെപ്പാടെ എൻ്റെ മകള്, അതായത് ഈ അടുത്ത് എൻ്റെ ഓർമ്മയിൽ പോലും ഒരു മകളും 2 പിള്ളേരും കൂടെ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഇവർ സൂസൈഡ് ചെയ്തതായിട്ട് നമ്മളൊരു ന്യൂസ് പോലും കേട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊന്നും ആദ്യം ഉണ്ടായി ലോകം മുഴുവൻ അറിയപ്പെട്ട ഒരു കാര്യമാണ്. ഈ കോട്ടയം രൂപതയിൽ വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ ഗ്രാനായക്കാരനാണ്. ഞാൻ പള്ളി കൈക്കാരനായിട്ടിരുന്നിട്ടുണ്ട്. ഞാൻ വെള്ളാപ്പള്ളി വിട്ടൂർ നീലേട്ട് പടിഞ്ഞാറക്കര എന്ന് പറയുന്ന കോട്ടയം രൂപതയിലെ ഒത്തിരി കോൺട്രാക്ടർമാരുടെ സബ് കോൺട്രാക്റ്റായിട്ട് മൊസൈക്കിൻ്റെ പണി ചെയ്തുകൊണ്ടിരുന്നു. വിസ്റ്റേഷൻ കോൺഗ്രിഗേഷൻ, സെൻറ്റ് ജോസഫ് കോൺഗ്രിഗേഷൻ, അങ്ങനെയുള്ള സമുദായത്തിൻ്റെ ഇതുകളിൽ ഞാൻ ഒത്തിരി വർക്കുകൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. കൈപ്പഴ പള്ളി ഞാൻ പണിയിച്ചതാ, പൂഴിക്കോര് പള്ളിയുടെ ഫ്ലോറിങ്ങിൻ്റെ പണി ഞാൻ ചെയ്യിച്ചതാ, അങ്ങനെയില്ലാണ്ട്. അപ്പം എന്നെ അറിയാവുന്ന എനിക്കൊരു ഗുഡ് വില്ലും ഉണ്ടല്ലോ, ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നാൽ എനിക്ക് എൻ്റെ കൊച്ചിനൊരു പണി കിട്ടും എന്നോർത്തുകൊണ്ട് തന്നെ ഞാൻ പോരുമ്പോൾ തന്നെ കൂടി. അപ്പോൾ അവിടെ ചെന്നിട്ട് അതിൽ നിന്ന് വന്നപ്പോൾ ഇപ്പം സോണി എന്നോട് ചോദിച്ച പോലെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. എൻ്റെ കണക്കൂട്ടിലെല്ലാം തെറ്റിപ്പോയി. എൻ്റെ കണക്കൂട്ട് എൻ്റെ പെണ്ണിന് അവിടെ ഒരു പണിയും കിട്ടും, കൊച്ചുങ്ങളെ ഹോളി ക്രോസിലുമാക്കി അവിടെ ജോലിക്ക് പൊക്കോളും. പിന്നെ ഞങ്ങൾ 2 പേര് 70 വയസ്സുള്ള അടുത്തിരിക്കുന്നു. അവൾ രോഗിയാണ്, ഞാൻ രോഗിയാണ്. ഞങ്ങൾക്കൊരു കൂട്ടായി. ഞങ്ങളുടെ ബാക്കി 4 മക്കളും ഇവിടെ സ്ഥലത്തില്ല. ഞങ്ങൾക്കൊരു കൂട്ടായി. എന്നിട്ട് എൻ്റെ കൊച്ചുങ്ങൾ 3 പേരും ആമ്പക്കൾ 2 പേരും എൻ്റെ പെണ്ണും പറഞ്ഞ് അവരുടെ സമ്മതത്തിനനുസരിച്ചാണ് ഞാനും ഇവിടും കൂടെ രാത്രി ചെന്ന് കൂട്ടിക്കൊണ്ട്. കാരണം ഈ വീട് പോലെ എൻ്റെ 2 ആമക്കൾക്കും വേണ്ട. അപ്പം അവൾ വന്നതിൻ്റെ പേര് അവൾക്കൊരു ബുദ്ധിമുട്ട് വരുത്തിയില്ല. അവിടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, കൊച്ചുങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു കൂട്ടായി. ഇനി ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾ 2 പേരും ഈ വീട്ടിൽ നിന്ന് മരിച്ചു പോയപ്പോൾ ഈ വീട് നിനക്കുള്ളതാണെന്നാണ് പറഞ്ഞിരുന്നത്. ഈ വീട് നിനക്കുള്ളതാ, ഇത് ചോദിക്കാൻ നിന്റെ ആംഗ്ലമാരൊന്നും വരികയില്ല. അപ്പം എനിക്കറിയത്തില്ല. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന ബാക്കി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ 152 പള്ളികളുള്ളതിലെ മള്ളൂശ്ശേരി പള്ളി, ഈ ചുങ്കം പള്ളി, വേറെ
നീണ്ടൂര് പള്ളി, അങ്ങനെ 3-4 പള്ളിയിൽ മാത്രം ഒരു പാക്കാടും ഒക്കെ വെച്ചുകൊണ്ട് ഇതുണ്ടായി. അത് കഴിഞ്ഞ് ഇപ്പോൾ കണ്ടില്ലേ, ഇന്ന് 67, 68, ഇന്നിപ്പോൾ 6-ാം തീയതി അല്ലേ, 6, 2, 8, 68 ദിവസമായി. 31, 30, 61, 62, 68 ദിവസമായി. ഇത്രയും ദിവസമായിട്ട് ഈ സംഭവം നടന്നില്ല. എൻ്റെ കോട്ടയം രൂപതയപ്പെട്ടതോ എൻ്റെ പള്ളിയിലെ ഒരു വികാരിയച്ചനോ ആരെങ്കിലും ഇവിടെ വന്ന് ഒരു നല്ല വാക്ക്, ഒരു സമാശ്വസിപ്പിക്കാൻ എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഞാൻ എന്തിനു പള്ളിയിൽ പോകണം? ഞാൻ ഇവിടെ കൊണ്ട് ഓസിയുടെ ദൈവവിശ്വാസം കുറഞ്ഞിട്ടില്ല. അല്ല, അതന്നെ അവരോട് ദൈവത്തിനെ നമുക്ക്, കാരണം അത് നമ്മൾ ദൈവവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് കാണാതെ വിശ്വസിക്കുന്ന ഒരു സാധനമാണ്. മുഴുവൻ കണ്ടോണ്ടല്ല വിശ്വസിക്കുന്നത്. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഏത് മതത്തെ വിശ്വസിച്ചാലും ദൈവത്തെ വിശ്വസിക്കുന്ന മുഴുവൻ നമ്മൾ നേരിട്ട് കണ്ട് വിശ്വസിക്കുന്നതല്ല. അല്ലാതെ അത് ജന്മം കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാര്യം. ആ വിശ്വാസത്തിനകത്ത് കുറവൊന്നുമില്ല. സഭയും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പക്ക ബിസിനസ്സാണ്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഒരു പള്ളി വികാരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പള്ളി വന്നിരുന്നാൽ ആ പള്ളിയിൽ എത്ര വീട്ടുകാരുണ്ടെങ്കിൽ ഈ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഓരോ വീട് വഴി ഒന്ന് കയറണ്ടേ? ഇല്ലേ, ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ച് ഇവരൊരു കുർബാന ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവർ കാരിത്താസ് ശമ്പളം കിട്ടുന്ന അടുത്ത ജോലിക്കാരാണ്, പാസ്റ്റർ കെയറിൻ്റെ ഡയറക്ടറാണ്. ഏത് കാരിത്താസ് പള്ളിയിൽ വരുന്ന ഏത് വികാരിയച്ചനും കാരിത്താസ് രാവിലെ ഒരു കുർബാന ചൊല്ലിയാൽ പിന്നെ വൈകുന്നേരം 5 മണി വരെ 5:30 വരെ കാരിത്താസിൻ്റെ ജോലിക്കാരനാണ്, പാസ്റ്റർ കെയറിൻ്റെ ഡയറക്ടറാണ് പുള്ളി. ബാക്കി എൻ്റെ കീഴോട്ടുള്ള ബാക്കി അച്ഛന്മാരെല്ലാം ജിനുകാലി ജോയിൻറ്റ് അത് ഡയറക്ടറാണ്. അത് പാസ്റ്റൽ കെയറും മറ്റത് ആശുപത്രി, അത് അഡ്മിനിസ്ട്രേഷനാണ്. അപ്പം ഞാൻ പറയുന്നത്, ഓരോ കുടുംബത്തെ ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഓരോ വീട് വഴി കയറി അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടൊക്കെ. അപ്പോൾ പിന്നെ ഇതുകൊണ്ടാണ് ജനമല്ല ഇപ്പോൾ ഈ വിശ്വാസം. ഞാൻ പറഞ്ഞ എന്നാന്നറിയാം, മനുഷ്യൻ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ കയ്യിലിരിപ്പുകൊണ്ടാണ് പ്രതികരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് 2 കേസുകളുണ്ടല്ലോ, ഒന്ന് ജിസ്മോളുടെ കേസ്, ഒന്ന് ഷൈനിയുടെ കേസ്. ജിസ്മോളുടെ കേസിലാണോ ഷൈനയുടെ കേസിലാണോ കുറച്ചൊക്കെ പ്രോഗ്രസ് പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ജിസ്മോളുടെ കേസിലാണ്. അതുപോലെ ഒരു പോസിറ്റീവ് കാണുന്നില്ല. ഞാൻ ചോദിക്കുന്ന, ആരെങ്കിലും, ഞാനൊരു മനുഷ്യനല്ലേ, ഞാൻ ഈ പള്ളി ഇടവപ്പെട്ടു, എനിക്ക് 5 മക്കളുണ്ടായിരുന്നു, മൂത്ത മകളോ ഇങ്ങനെ ഇൻസിഡൻ്റായി, ഒന്ന് സമാശ്വസിപ്പിക്കാൻ ആരും വന്നില്ല. ഞാൻ ചോദിക്കുന്നത്, എൻ്റെ പള്ളി ഇടവയിൽ എൻ്റെ 175 വീട്ടുകാരുള്ള ഇതാന്നേ, ഈ തൊട്ടടുത്തുള്ള പള്ളി ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, വന്നൊന്ന് വർത്താനം പറഞ്ഞു എൻ്റെ ഇവിടെ ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് സമാശ്വസിപ്പിക്കാൻ, ഒരു വർത്താനം പറയാൻ. അല്ലേ പിന്നെ എന്നാ പള്ളി എന്നതാ, വിശ്വാസി എന്നതാ, ഈ ആത്മീയത എന്നതാ? ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് കരയുക എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈ പ്രസന്നകാരി അച്ഛൻ്റെ ഒരിക്കൽ മാർച്ച് 9-ാം തീയതി ഞാൻ കുർബാന കഴിഞ്ഞിട്ട് അച്ഛൻ്റെ മുറിയിൽ ചെന്ന് എൻ്റെ മകൾക്കും പിള്ളേർക്കും വേണ്ടിയിട്ട് ഒരു കുർബാന ഉപദേശം ചെല്ലാൻ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, ഇവിടെ വേണ്ട, അവരത് അവിടെയെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പോയി. അതുകൊണ്ട് ഞാൻ നിർത്തി. പിന്നെ എൻ്റെ പള്ളിയിൽ ഞാൻ പോയിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ കാരിത്താസ് പള്ളിയിലോ, കാരിത്താസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലോ, മാതാവ് ഹോസ്പിറ്റലിലോ എന്നെ ആരെങ്കിലും ബോധമില്ലാതെ എടുത്തുകൊണ്ട് പോയാലല്ല ഞാൻ പോയില്ല. ഞാൻ വേറെ എവിടെയെങ്കിലും ആശുപത്രി പോകുള്ളൂ. അല്ലേ മരിച്ചോട്ടെ. ഇനിയിപ്പോൾ എൻ്റെ പള്ളിയിൽ ഇപ്പോൾ ഇവരെല്ലാം കൂടെ മാറോൻ ചിട്ടിയോ എന്നേലും വെട്ടി എന്നെ അവിടെ ഇടവേന്ന് തള്ളിക്കളഞ്ഞാലും കുഴപ്പമില്ല. മുനിസിപ്പാലിറ്റിയൊക്കെ ഉണ്ട്, ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പൊതു ശ്മശാനത്തിലോ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടവും. ഞാനും എൻ്റെ ഭാര്യയും പോയില്ല. വേണ്ട, എന്തിനാ വലിയ കിടക്കുന്നത്? മരിച്ചു കഴിഞ്ഞ് എവിടെയെങ്കിലും ഇപ്പം എൻ്റെ ഇവിടുന്ന് കൊണ്ട് എൻ്റെ കൊച്ചുങ്ങളെ അവിടെ കൊണ്ട് ഇടക്കില്ല, ഇവിടെ ഇടക്കണ്ട പോയിട്ട്. പിന്നെ എന്തേറെ ആൾക്കാരെ അവിടെ ഇവിടെയൊക്കെ ദഹിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇല്ല, പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ ഇല്ല, സെല്ല നമുക്ക് കുടുംബ കല്ലറ ഇല്ല, അങ്ങനെ ഇല്ല. ഈ തള്ളുന്ന സെല്ല് മാത്രമേ എവിടെയുള്ളൂ, അല്ലാതെ കല്ലറയ്ക്കുള്ള സ്പേസ് ഉള്ള പള്ളിയല്ല. അത് 3 എണ്ണം അച്ഛൻ പറഞ്ഞു ഒരുമിച്ച് അടുത്തടുത്ത് കിട്ടിയില്ലെങ്കിലും അത് അന്ന് അടക്കാൻ പോണതിൻ്റെ തലേ ദിവസം, അതായത് 1-ാം തീയതി എന്ന് പറയുന്നത് ശനിയാഴ്ച 2 ആ കുർബാന കഴിഞ്ഞിട്ടാണ് ഈ സെല്ലൊക്കെ തുറന്ന്, ബുക്കുണ്ട്, ആ ബുക്ക് വെച്ചിട്ട് ഏറ്റവും ആദ്യം അടക്കിയതിൻ്റെ, കാരണം തുറക്കാവുന്ന സെല്ലുകൾ ഏതാണെന്ന് നോക്കിയിട്ട് തുറന്ന് ശരിയാക്കാവുന്നതാണ് ശനിയാഴ്ച രാവിലെ അച്ഛൻ എന്നോട് പറഞ്ഞു. പിന്നെ എല്ലാം തയ്യാറെടുപ്പ് നടത്തുകയും എൻ്റെ 2ാമത്തെ മകളെ കിട്ടിയവൻ അച്ഛൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് വികാരിച്ചെൻ്റെ കൈ കൊടുത്തിട്ട് അച്ഛൻ എൻ്റെ മകളെ കിട്ടിയതിനുമായിട്ട് വർത്താനം പറഞ്ഞ് പന്തലിടാൻ ആളെയും കൊണ്ടാവും വന്നതാണ്. അളവുമെല്ലാം നോക്കി എന്തേരം സാധനങ്ങൾ കൊണ്ടുവരുമെന്ന് നോക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ട് ചുങ്കത്തെ അച്ഛനും ഇവിടുത്തെ അച്ഛനും സഭയും ഒക്കെ ആയിട്ട് സംഗതിക്കെല്ലാം മാറ്റം വന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഇന്നത്തെ മൊഴി എടുക്കാനായിട്ട് പോലീസ് വന്നു. മൊഴി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മനസ്സിലെ ഭാരം കുറച്ച് കുറഞ്ഞോ അതോ കൂടിയോ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ കൂടിയോന്ന് ചോദിച്ചാൽ കൂടിയല്ല, പക്ഷേ അപ്പോൾ അവിടെ വന്നിരുന്നേരം എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞപ്പോൾ ഇവർ അങ്ങോട്ട് ബാക്കിയെല്ലാം കൂടെ അവർ എഴുതി ഉണ്ടാക്കുമായിരിക്കും. എൻ്റെ ഇളയ മകളുടെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കുവൈറ്റിലുള്ളവരുടെ പേരും ഒക്കെ ഒന്ന് ചോദിച്ചു, കെട്ടിച്ച വീട് എവിടെയാന്ന് ചോദിച്ചു, ബാക്കി മക്കൾ 2 പേരും എവിടെയാന്ന് ചോദിച്ചു, മറ്റേ 2ാമത്തെ മകളുടെ ഫോൺ നമ്പരും പേരും കൊടുക്കാൻ പറഞ്ഞു, അതും കൊടുത്തു, അത്രയും കൊടുത്തു. അവരിപ്പോൾ അങ്ങ് പോയി. അപ്പം വിളിച്ചു, ഞാൻ 2-3 ആഴ്ച കൊണ്ട് വിളിച്ചിട്ടാണ് ഇന്നിപ്പോൾ അവർ വന്നത്. 16 വർഷത്തെ ചരിത്രങ്ങൾ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ പോലീസിനോട് പറയാൻ അത്രയും പറയാൻ അവർക്ക് അതൊന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല. അതൊന്നും അവർ ആ ബുക്കിലെല്ലാം എഴുതിയിട്ടുണ്ട്, അവരെല്ലാം മൊത്തം വായിച്ചതാണെന്നൊക്കെ പറഞ്ഞു.
അവൾ 15 വർഷത്തെ ഒരു ബുക്ക് എഴുതിയെന്ന് പറയുന്നല്ലോ. അത് ഇവരവിടുന്ന് ഇവിടെ വന്നിട്ട് കൊണ്ടുപോയായിരുന്നു. അത് ഈ ഇവനെ അറസ്റ്റ് ചെയ്ത് അന്നാ ഇവിടുന്ന് അതുകൊണ്ട് പോകുന്നത്. ഏതാ 5-ാം തീയതി, മാർച്ച് 5-ാം തീയതി. മകൾ ജീവിച്ചിരുന്നപ്പോ അച്ഛനോടും അമ്മയോടും പറഞ്ഞ സങ്കടങ്ങൾ പോലീസിനോട് പറയാൻ കഴിഞ്ഞില്ല എന്നാണോ പറയുന്നത്? പറഞ്ഞിട്ട് അത് അവര് അതിന്റെ അക്സെപ്റ്റ് ചെയ്തോ അത് മൈൻഡ് ചെയ്തോ എന്ന് എനിക്കൊരു സംശയം. പോലീസിലും ഈ സഭയുടെ ഇടപെടലുണ്ടോ ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ തുറന്ന് പറയാനൊക്കെയല്ലോ, നമുക്ക് നേരിട്ടൊന്നും അറിയത്തില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇത്രയും ദിവസമായി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. എന്നെ എല്ലാവരും അറിയുന്നതാ. ഈ കോട്ടയം രൂപതയിലുള്ള ഏത് പള്ളി എവിടെ അടുത്ത് ഏറിയാൽ ഏത് പള്ളി വടകര കുര്യാക്കോസ് ജേക്കബ് എന്ന് പറഞ്ഞാൽ അപ്പച്ചനും തന്നെ വീട്ടിൽ വിളിക്കുന്നത്. എന്നെ അറിയാത്തൊരു വളരെ ചുരുക്കം പേരെ കാണുള്ളൂ. എനിക്കൊരു ഗുഡ് വില്ലുണ്ടായിരുന്നു. ആ ഗുഡ് വില്ലും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. പ്രത്യേക ഒരു രീതിയിലാണ് എൻ്റെ ജീവിതം. എൻ്റെ മക്കളെ ഞാൻ അതുപോലെ വളർത്തി. ഒരു മക്കളെ പറ്റിയും ഇതുവരെ എൻ്റെ മക്കളെ പറ്റിയോ എന്നെ പറ്റിയോ ഒന്നും ഒരു പാട് വരുത്താനുള്ള ഒരു ഇടയൊന്നും ഞാൻ എങ്ങും കൊടുത്തിട്ടൊന്നുമില്ല. മൊഴിയെടുത്തതിനെ സംബന്ധിച്ച് ഇപ്പം അത് പോലീസിന്റെ കയ്യിലിരിക്കുന്ന കേസായതുകൊണ്ട് അദ്ദേഹത്തിന് പോലീസിനെതിരെ ഒന്നും പറയാൻ അദ്ദേഹത്തിന് കഴിയത്തില്ല. കാരണം അത് ഒരു അന്വേഷണത്തിന്റെ ഭാഗമാണ്. അവരൊക്കെ നീതിപൂർവ്വം പെരുമാറും എന്നുള്ള അങ്ങനെ വിശ്വസിക്കാം. ഇരിക്കുന്നത്. തീർച്ചയായിട്ടും കാണുന്ന പോലീസുകാർ ഒന്നും ഞാൻ മനസ്സിലാക്കുക, 70 വയസ്സുള്ള ഈ മനുഷ്യന് ഒരു സ്വാതന്ത്ര്യം നൽകാൻ ഈ വീട്ടിലേക്ക് ആരും കടന്നു വരുന്നില്ല. നിങ്ങളാണ് അവർക്ക് നീതി നേടിക്കൊടുക്കേണ്ടത്. എവിടുന്നൊക്കെ നിങ്ങൾക്ക് പ്രഷർ വന്നാലും നിങ്ങളുടെ ഒരു പേനാത്തുമ്പിൽ ഒരു പെൺകുട്ടിയുടെ നീതി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ കോടതിയിലേക്ക് കൊടുക്കുന്ന പേപ്പറിലാണ് അതിൻ്റെ ശിക്ഷാവിധി തീരുമാനിക്കുന്നത്. പ്രതിയെ വെറുതെ വിടാനും പ്രതിയെ ശിക്ഷിക്കാനും ഉള്ളത് നിങ്ങളുടെ പേനാത്തുമ്പിലാണ്. തീർച്ചയായിട്ടും ഈ പാപം നിങ്ങൾ വാങ്ങിച്ചു വെക്കരുത്. കാരണം 2 പേരുടെ കണ്ണുനീരുണ്ട്, 3 കുഞ്ഞുങ്ങളുടെ ഇപ്പോഴും ഈ റെയിൽവേ ട്രാക്കിൽ ആ നിലവിളി, ആ ട്രെയിൻ പാഞ്ഞു വരുമ്പോൾ ഉള്ള നിലവിളി ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. അപ്പോൾ അവരുടെ ശാപം വാങ്ങിച്ചു വെക്കാൻ നിങ്ങൾക്കും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നീതിപൂർവമായി എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്ത് അവരെ ശിക്ഷിക്കണം എന്നല്ല. 16 വർഷം അനുഭവിച്ച പീഡനങ്ങളുണ്ട്. അതെല്ലാം ഒന്നും ഈ മാതാപിതാക്കളോട് അവർ തുറന്ന് പറഞ്ഞിട്ടില്ല. അച്ഛനെതിരെ നിരവധി പരാതികൾ അവരുടെ അയൽവാസികളോടൊക്കെ പറഞ്ഞത് അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്തില്ല. കാരണം നേരത്തെ പോലീസ് സ്റ്റേഷനിൽ അവൾ കൊടുത്ത മൊഴിയിൽ അച്ഛനെതിരെ പറഞ്ഞിരുന്നു. പക്ഷെ അത് ആ പോലീസിൽ റെക്കോർഡ് ചെയ്തില്ല എന്ന് പറയും. അതൊക്കെ ഗുരുതരമായ പ്രശ്നമാണ്. കാരണം എന്തായാലും ഒരു നീതിക്ക് വേണ്ടി നിങ്ങൾ നിൽക്കും എന്ന് ഏറ്റുമാനൂർ പോലീസിന് അതിനകത്ത് അഭിമാനം കൊള്ളാമെന്നുമാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെ തന്നെയാവണം എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.